നമസ്കാരം. ഇന്ന് നേഷൻ ഫസ്റ്റിന്റെ അതിഥി CJ രാജഗോപാലാണ്. BJP സംസ്ഥാന കൗൺസിൽ അംഗവും അതേപോലെ തന്നെ നിലവിൽ കൊച്ചി കോർപ്പറേഷന്റെ 10ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി കൂടെയാണ്. നമസ്കാരം സർ. നമസ്കാരം. സാറിന് വിളിക്കണ്ട, മുത്തു എന്ന് വിളിച്ചാൽ മതി. മുത്തു എന്നാണ് പൊതുവെ പറഞ്ഞ് എവിടെയെല്ലാം പേര്. നിലവിലെ BJPയെ സംബന്ധിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖര സംസ്ഥാന ആ ഒരു നേതൃത്വമൊക്കെ ഏറ്റെടുത്തതിന് ശേഷം നേരിടാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് തദ്ദേശം എന്ന് പറയുന്നത്. ശരിക്കും BJPയുടെ തദ്ദേശത്തിലുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? BJP ഇന്ന് ജനങ്ങളുടെ പ്രതീക്ഷയാണ്. ജനങ്ങൾ ഏറെ പ്രതീക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന പ്രസ്ഥാനവും വികാസത്തിനും ജനങ്ങളുടെ വികാസത്തിനും വിജയത്തിനും BJP തന്നെ ആവശ്യമാണ്. അത് കാലഘട്ടത്തിൻ്റെ ഒരാവശ്യം തന്നെയാണ്. ഉദാഹരണത്തിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ പ്രസ്ഥാനം കുറേ വർഷങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ആളുകളുടെ ത്യാഗം കൊണ്ടാണ് ഈ പ്രസ്ഥാനം ഇന്ന് ഈ രീതിയിൽ വന്നേക്കുന്നത്. അപ്പോൾ അന്ന് തൊട്ട് KG മാരാർ ഉൾപ്പെടെയുള്ള ആളുകൾ, രാമൻപിള്ള, O രാജഗോപാൽ ഉൾപ്പെടെയുള്ള ശ്രീധരൻ മാഷ്, CK പത്മനാഭൻ, PK കൃഷ്ണദാസ്, V മുരളീധരൻ, അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള, കുമ്മനം രാജശേഖരൻ, അപ്പോൾ V മുരളി, അങ്ങനെ എത്തി K സുരേന്ദ്രൻ, ചെറുപ്പക്കാരനായ K സുരേന്ദ്രൻ എടുത്തു. ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർജി, അദ്ദേഹം തൻ്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വ്യവസായത്തിലാണെങ്കിലും ടെക്നോളജിയുടെ ഭാഗത്താണെങ്കിലും രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹം MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് കർണാടകയിൽ നിന്നും. അതിനുശേഷം നമ്മുടെ നരേന്ദ്രമോദി സർക്കാരിൽ അദ്ദേഹം മന്ത്രിയായി. അത്രയും കഴിവുള്ള ഒരാളെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി മന്ത്രിയായി നിലനിർത്തുകയും അദ്ദേഹത്തിൻ്റെ സേവനം രാജ്യത്തിന് ആവശ്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ പുതിയൊരു മാറ്റത്തിന് വന്നപ്പോൾ രാജീവ് ചന്ദ്രശേഖർജി വന്നു. അദ്ദേഹം വന്നപ്പോൾ നമുക്കറിയാം, പുതിയ തലമുറയെയും പഴയ തലമുറയെയും എല്ലാം കോർത്തിണക്കിക്കൊണ്ട് ടെക്നോളജിയുടെ യുഗമാണെന്ന്. അപ്പോൾ ഇതെല്ലാം ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഒരു വികസനത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രയത്നങ്ങൾ അക്ഷീണം നടത്തി വരുന്നു. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ സംസ്ഥാന ടീം അംഗങ്ങളും വളരെ ശക്തമായി തന്നെ നിലയുറപ്പിക്കുന്നു. സാർ ഈ പറഞ്ഞില്ലേ, ഈ ടെക്നോളജി ഇതൊക്കെ അനുസരിച്ച് ഏറ്റവും കൂടുതൽ ഇത് ഏറ്റവും കൂടുതൽ വളരുന്ന ഒരു സ്ഥലമാണ് കൊച്ചി എന്ന് പറയുന്നത്. കൊച്ചി കോർപ്പറേഷനിൽ, കാരണം തിരുവനന്തപുരത്ത് അദ്ദേഹം മത്സരിക്കുന്ന സമയത്ത് തലസ്ഥാനത്ത് കൊണ്ടുവരാൻ പോകുന്ന കുറേയധികം പദ്ധതികളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൊച്ചി കോർപ്പറേഷനിൽ കൊച്ചിയിൽ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? ഇന്നലെ തന്നെ ഒരു വികസന രേഖ അദ്ദേഹം ഇറക്കിയിരുന്നു. നരേന്ദ്രമോദി സർക്കാർ കൊച്ചി കോർപ്പറേഷന് നൽകിയ വികസന പദ്ധതികളിലെ കണക്കുകൾ ഈവൻ ഞാൻ പോലും അതിൻ്റെ വലിപ്പം മനസ്സിലാക്കിയത് ഇന്നലെ വികസന രേഖ ഇറക്കിയപ്പോഴാണ്. ഇവിടെ നടക്കുന്ന എല്ലാ വികസന പ്രക്രിയയ്ക്കും കൊച്ചിൻ കോർപ്പറേഷൻ നടക്കുന്ന, പൊതുവെ കേരളത്തിലാണ്, പക്ഷെ ഞാൻ കൊച്ചി കോർപ്പറേഷൻ ചോദ്യം ഉന്നയിച്ചതുകൊണ്ട്, പ്രിയപ്പെട്ട സഹോദരി ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, നിരവധി വികസന പദ്ധതികൾ ആരോഗ്യരംഗത്താണെങ്കിലും റോഡുമായി ബന്ധപ്പെട്ടാണെങ്കിലും കുടിവെള്ളമായി ബന്ധപ്പെട്ടാണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുന്നതിലും, ഉദാഹരണത്തിന് എറണാകുളം മാർക്കറ്റിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് CSML പദ്ധതിയുടെ ഭാഗമായ റോഡുകളുടെ ബ്യൂട്ടിഫിക്കേഷൻ, കുടിവെള്ള പദ്ധതികൾ, കൂടാതെ ടോയ്ലറ്റ്സ് സൗകര്യങ്ങൾ, അങ്ങനെ വേണ്ട ഇന്ന് പറയാൻ പോവുകയാണെങ്കിൽ ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞാലും വികസന പദ്ധതികളിലെ കണക്കുകൾ അക്കമിട്ട് പറഞ്ഞു പോവുകയാണെങ്കിൽ ഒരു പുസ്തകം തന്നെ എഴുതേണ്ടി വരും. ഈ സ്ഥാനാർത്ഥി നിർണയങ്ങളുമായി ബന്ധപ്പെട്ട് കുറേയധികം പ്രശ്നങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ഈ കൊച്ചിയിൽ നിന്ന് തന്നെയാണെങ്കിൽ ശ്യാമള പ്രഭു, അപ്പോ പുള്ളിക്കാരത്തി കുറെ കാലം ഇവിടെ ആ ഒരു പ്രതിനിധിയായിട്ട് BJP പ്രതിനിധിയായിട്ട് ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോ അവര് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ട് എന്ന തലങ്ങളിലേക്കൊക്കെ വാർത്തകൾ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും അതിനോടൊക്കെ BJP എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതിൻ്റെ ഒരു പ്രതികരണം തരാൻ ഞാൻ ആളല്ല. കാരണം വെച്ചാൽ ഓരോരുത്തർക്കും മത്സരിക്കാൻ അവരുടേതായ ഉണ്ട്. ആർക്കും ആഗ്രഹം ഉണ്ടാവും മത്സരിക്കാതിരിക്കാം. പക്ഷേ എന്നെ പോലത്തെ ഒരു പ്രവർത്തകൻ പാർട്ടി മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കുന്നു, പാർട്ടി പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ നമുക്ക് തോന്നിയ നല്ല കാര്യങ്ങൾ ചെയ്യാം, അത് പാർട്ടിക്ക് ഗുണകരമാവുന്നു എനിക്ക് തോന്നിയാൽ മാത്രം ഞാനത് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ വ്യക്തിപരമായി ആളുകൾക്ക് മത്സരിക്കാൻ അവർക്ക് തുടങ്ങാം. ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ ചെയ്യുന്നത് തെറ്റാണോ, ഞാൻ ചെയ്യുന്നതിലൂടെ പ്രസ്ഥാനത്തിന് എന്തെങ്കിലും ദോഷമുണ്ടാകുമോ എന്ന് അവർ ചിന്തിക്കണം. അപ്പോൾ അതുകൊണ്ട് അവർ മത്സരിക്കുന്നു, അവരുടെ ആഗ്രഹമായിരിക്കാം. പക്ഷെ ഞാനൊരു പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ
പാർട്ടിയുടെ പ്രവർത്തകർ പാർട്ടിയുടെ നേതൃത്വം പറയുന്ന കാര്യങ്ങൾ ചെയ്യണം, പാർട്ടി വിജയിക്കണം എന്നാണ് പറയുന്നത്. പാർട്ടി വിജയിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സങ്കുചിതമായ ചിന്തയിലല്ല. എൻ്റെ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയിലെ ആളുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ കൗൺസിൽ അംഗങ്ങളുടെ എണ്ണം കൂടുമ്പോൾ കൊച്ചി കോർപ്പറേഷനത്തിന് ജനങ്ങൾക്ക് ഒരു വികസനത്തിൻ്റെ നേർക്കാഴ്ച ഒരുക്കുവാൻ സാധിക്കും, ഒരു വികസനത്തിൻ്റെ സുവർണ കൊച്ചിയിലേക്ക് അടുപ്പിക്കുവാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ സ്ഥാനാർത്ഥികളൊക്കെ വിജയിക്കണം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അത് കൊച്ചിയുടെ ആവശ്യമാണ്. ഈ കൊച്ചി കോർപ്പറേഷൻ ആണെങ്കിലും കൊച്ചിയെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനു മുൻപുള്ള തദ്ദേശം നമുക്കറിയാം. അപ്പോ ഒരു പിന്തുടർച്ച ഭരണം പിണറായി സർക്കാരിന് ലഭിക്കാൻ ഒരു മിക്ക സ്ഥലങ്ങളിലും നല്ല രീതിയിൽ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് അവർക്ക് പോയിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് തിരിച്ച് വീണ്ടും ഒരു വാർഡ് ഷെയർ കൂട്ടി പല സ്ഥലങ്ങളും പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അപ്പോ അതിനായിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്? ഇപ്പോ നേരത്തെ ചോദിച്ചു, കൊച്ചി കോർപ്പറേഷനിൽ നേരത്തെ എൻ്റെ അടുത്തൊരു ചോദ്യം ഉന്നയിച്ചു, BJP-യിൽ ഇങ്ങനെ സീറ്റ് ചർച്ചകൾ വിഷമമാണെന്ന്. എത്ര കോൺഗ്രസ്സുകാർ BJP-യിൽ ചേർന്നിട്ടുണ്ട്? നമ്മുടെ കൊച്ചിൻ കോർപ്പറേഷനിൽ മത്സരിക്കുന്നുണ്ട്. കോൺഗ്രസിൽ നിന്നും മറ്റു പാർട്ടിയിൽ നിന്നും പ്രവർത്തിച്ച 2-3 കാൻഡിഡേറ്റ്സ് BJP-യിലെ കാൻഡിഡേറ്റ്സ് മത്സരിക്കുന്നു. രണ്ടാമത്തത് ഏതാ? കാരണം അങ്ങനെ മത്സരിക്കുന്നതിന് അകത്തേക്ക് കോൺഗ്രസിലുള്ള സ്ഥാനാർത്ഥികൾ സീറ്റ് കിട്ടാണ്ടായപ്പോൾ LDF-ൽ നിന്നും UDF-ലേക്കും ചേക്കേറിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതും കൂടെ BJP-യുടെ ചോദ്യം ഉന്നയിക്കുമ്പോൾ അതും കൂടെ ഒന്ന് കണ്ടാൽ നന്നായില്ല. അപ്പോ BJP-യിലേക്ക് മാറിയ കുറച്ച് സ്ഥാനാർത്ഥികളുണ്ട്, അല്ലെങ്കിൽ കുറെ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ട്, അപ്പൊ എന്തുകൊണ്ട് BJP-ന്റെ അകത്ത് പ്രവർത്തിച്ച ആൾക്കാർക്ക് സീറ്റ് കൊടുക്കാതെ UDF-ൽ നിന്നും LDF-ൽ നിന്നും ഒക്കെ കൊടുക്കുന്നു? ഇലക്ഷൻ സമയത്ത് ഇപ്പോ എന്റെ അടുത്ത് പറയുകയാണെങ്കിൽ പാർട്ടി പറയുകയാണ്, ഞാൻ 3 തവണ നിയമസഭയിൽ മത്സരിച്ചൊരു സ്ഥാനാർത്ഥിയാണ്, ഞാൻ ഒരു അവകാശവാദവും ഉന്നയിക്കാറില്ല. പാർട്ടി എൻ്റെ അടുത്ത് മത്സരിക്കാൻ പറഞ്ഞു. പല ആളുകളും എൻ്റെ അടുത്ത് ചോദിച്ചു, നിയമസഭയിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി എന്തുകൊണ്ട് കോർപ്പറേഷൻ ഇലക്ഷൻ മത്സരിക്കുന്നുവെന്ന്. ഞാൻ പറഞ്ഞു, പാർട്ടിയുടെ നേതൃത്വം എടുത്ത തീരുമാനം. ഈ യുദ്ധത്തിൽ ഒരു പട്ടാളക്കാരനാണ്. എൻ്റെ ക്യാപ്റ്റനായ രാജീവ് ചന്ദ്രശേഖർജി, അദ്ദേഹം കമാൻഡറാണ്. അദ്ദേഹം പറയുന്നു, നിങ്ങൾ യുദ്ധത്തിൽ ഫോർവേഡ് ആയാലും മുന്നോട്ട് കാവലാളായിട്ട് അല്ലെങ്കിൽ പാവൽ പടയാളായിട്ട് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വഴിയിലൂടെ മാത്രം ഞാൻ മുന്നേറുന്നു. കാരണം എൻ്റെ നേതൃത്വം, ഞാൻ പറയുന്നത് അവർ പറയുന്നത് ശരിയാണെന്ന് തിരിക്കുന്നതാണ്. ആ യുദ്ധത്തിൽ ചിലപ്പോൾ വിജയിക്കാം, പരാജയപ്പെടാം. ഒരു യുദ്ധത്തിൽ ജയം ഒരാൾക്കേ ഉണ്ടാവുള്ളൂ, ഒരാൾ പരാജയപ്പെടും. പക്ഷെ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വം നടത്തുന്ന ഈ ഒരു വലിയ ഒരു പോരാട്ടം, അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ മുൻഗാമികൾ കാഴ്ചവെച്ച പ്രകടനവും എല്ലാം ഒത്തിണക്കിക്കൊണ്ട് നരേന്ദ്രമോദി എന്ന അതുല്യ പ്രതിഭ, ഒരു ഇതിഹാസമാണ് അദ്ദേഹം, ഒരു ചരിത്രമാണ്. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും. നരേന്ദ്രമോദി എന്ന ഇതിഹാസം വന്നു, ഇന്ത്യയുടെ ചരിത്രം 2014 തൊട്ട് വഴിമാറി. ഇപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഒരാൾ, കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി. അദ്ദേഹത്തെ ഞാൻ സുരേഷ് ഏട്ടാന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം മന്ത്രിയാണ്, അതുകൊണ്ട് തത്വത്തിൽ അങ്ങനെ വിളിക്കാൻ പാടില്ല. അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ നരേന്ദ്രമോദി എന്ന ഐതിഹാസിക പുരുഷൻ്റെ മാസ്മരിക, അദ്ദേഹത്തിൻ്റെ കരിഷ്മറ്റിക് ഇതിൽ ആകർഷകരായിക്കൊണ്ട് അദ്ദേഹം നടത്തിയ ഡെവലപ്മെൻറ്റിൻ്റെ, രാജ്യത്തിന് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ആ ഒരു ഉൾക്കാഴ്ച കണ്ടുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയിൽ വന്നത്. ഇന്ന് അദ്ദേഹം കേരളത്തിൽ നിന്നാണ് 75,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ തൃശ്ശൂരിൽ നിന്നും തൃശ്ശൂരുകാർ തിരഞ്ഞെടുത്തത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് കേരളം BJP-ക്ക് അനുകൂലമാണ് എന്നുള്ളതാണ്. പല സ്ഥലങ്ങളിൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം നിസ്സാര വോട്ടുകൾക്കാണ് പാർലമെൻറ്റിൽ പിന്നോട്ട് പോയത്. അപ്പോൾ BJP-യുടെ വളർച്ച ഒരു കൃത്യനിഷ്ഠയോടുള്ള വളർച്ചയാണ്. പെട്ടെന്നുള്ളൊരു വളർച്ച അത് ഒന്നിനും നല്ലതല്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്കറിയാം പല ആളുകൾ പെട്ടെന്ന് പെടുന്നു. പക്ഷേ ക്രിയാത്മകമായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് BJP-യുടെ വളർച്ച, ഗ്രോത്ത്. അത് മിക്ക സ്ഥലങ്ങളിലും ഈ പറയുന്ന രീതിയിൽ ന്യൂനപക്ഷ വോട്ടുകളെയൊക്കെ ചേർത്ത് വെക്കാൻ സാധിച്ചതിന്റെ ഒരു വിജയമായിരിക്കില്ലേ? ഈ തലസ്ഥാനത്താണെങ്കിലും തൃശ്ശൂർ ആണെങ്കിലും ആ ഒരു രീതിയിൽ BJP-ക്ക് വോട്ട് ഷെയർ കൂട്ടാനുള്ള. എങ്ങനെ ന്യൂനപക്ഷങ്ങളെ എങ്ങനെ ചേർത്ത് വെക്കാൻ സാധിക്കും? അവർക്ക് മനസ്സിലായി ഏതാണ് ശരിയെന്ന്, ഏതാണ് തെറ്റെന്ന്. ഞാനിപ്പോൾ ന്യൂനപക്ഷങ്ങളെന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. BJP-ക്ക് അങ്ങനെ ഒരു ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നുള്ള ചിന്തയില്ല. സബ്കെ സാത്ത് സബ്കാ വികാസ്, എല്ലാവരെയും ഒരുപോലെ കാണുക. ഇപ്പം നമ്മളടുത്ത് ചോദിച്ചാൽ നമ്മുടെ ഇടത് കണ്ണാണോ വലുത് വലത് കണ്ണാണോ വലുതെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റുമോ? പറ്റില്ല. അതുപോലെയാണ് ന്യൂനപക്ഷവും ഭൂരിപക്ഷവും ഒന്നൊന്നുമില്ല. ഇന്ത്യയിലെ ജനങ്ങളാണ്, ഭാരതത്തിലെ ജനങ്ങളാണ്. അവരുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എല്ലാം വ്യത്യസ്തമായിരിക്കാം.
പക്ഷെ ഇതിലെല്ലാം ഉപരി അവരുടെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെയും ബഹുമാനിച്ചുകൊണ്ട് ലോകത്ത് ഏതാണ് ഇത്രയും മനോഹരമായ ഒരു രാജ്യമുള്ളത്, എല്ലാ മതക്കാരുമുള്ളത്? ഇത് കൊച്ചിയിൽ തന്നെയില്ലേ? നമ്മുടെ കൊച്ചിയിൽ തന്നെ മട്ടാഞ്ചേരിയിൽ തന്നെ ഞാൻ അവിടെ മത്സരിച്ച അസംബ്ലി സമയത്ത് അവിടെ മറാത്തികളുണ്ട്, ജൈൻസ് ഉണ്ട്, ജൂസ് ഉണ്ട്, തമിഴ്സ് ഉണ്ട്, കൊങ്കണികളുണ്ട്, രാജസ്ഥാൻകാരികളുണ്ട്, ഹരിയാന, UP എല്ലാ ആളുകളും കേരളത്തിൽ വസിക്കുന്നു. അപ്പോൾ ഈ രാജ്യത്ത് താമസിക്കുന്ന ഓരോ പൗരനും ഇന്ത്യയുടെ ഭാഗമാണ് എന്നുള്ള കാഴ്ച ഞങ്ങൾക്കുണ്ട്. അത് ജാതിപരമായി അവർ പലരും വ്യത്യസ്ത ആചാരാനുഷ്ഠാനങ്ങളുണ്ടാവും. പക്ഷെ ഇവരെല്ലാം സ്വീകരിക്കുക എന്നുള്ളതാണ് നരേന്ദ്രമോദി കാണിച്ചു തന്ന ഒരു ലൈൻ ഓഫ് ആക്ഷൻ. അല്ല, താങ്കൾ ഇപ്പൊ പറഞ്ഞ ആ ഒരു ഞങ്ങൾക്ക് ന്യൂനപക്ഷങ്ങളില്ല എന്ന് അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതേ കേന്ദ്രമന്ത്രിയുടെ വായിൽ നിന്ന് തന്നെ ഉന്നത കുല ജാതർ എന്നും താഴ്ന്ന കുല ജാതർ എന്നും ഇങ്ങനത്തെ പദങ്ങൾ ഒരുപാട് തവണ വന്നത് സുരേഷ് ഗോപിയുടെ വായിൽ നിന്ന് തന്നെ നമ്മൾ കേട്ടില്ല. അല്ല, അദ്ദേഹം പറഞ്ഞ ഏതെങ്കിലും ഭാഗം അടർത്തി വെച്ച് ഉന്നത കുലജാത എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പോ ഒരു നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ മറ്റു സർട്ടിഫിക്കറ്റോ എഴുതാൻ നേരത്ത് ജാതി കോളം വരാൻ നേരത്ത് ക്രിസ്ത്യാനി എഴുതേണ്ടി വരില്ലേ? അതൊരു സർവേയുടെ ഭാഗമായിട്ടാണ്. ഒരു സർവേ സ്റ്റഡി വേണമല്ലോ എന്താണെങ്കിലും. ഇപ്പൊ എത്ര വോട്ടുണ്ടെന്ന് ഈ ഡിവിഷനിൽ വെറുതെ ഇലക്ഷൻ നടത്താൻ പറ്റില്ലല്ലോ. ഇത്ര വോട്ട് വേണം, മറ്റേ ഡിവിഷനിൽ ഇത്ര വോട്ടാണ്, അതേപോലെ ഒരു കണക്ക് വേണം. പക്ഷേ സുരേഷ് ഏട്ടൻ അങ്ങനെ പറഞ്ഞായിട്ട് എനിക്കറിയില്ല. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കളും അദ്ദേഹത്തെ ആദരിക്കുന്നതും ആരാധിക്കുന്നതും ന്യൂനപക്ഷങ്ങളാണല്ലോ. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തിട്ടുള്ളതും തൃശ്ശൂർ തന്നെ ന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളിൽ അങ്ങനെ ഒരു വ്യവഹാരം ഞാൻ അദ്ദേഹത്തെ കാണുന്നില്ല. അദ്ദേഹം ഒരു നല്ല പച്ചയായ ഒരു മനുഷ്യനാണ്. പിന്നെ അദ്ദേഹം ചെറുപ്പം തൊട്ട് രാഷ്ട്രീയം ഇല്ലാത്തത് കൊണ്ടുള്ള നിങ്ങൾ പറയുന്ന പോലെ എന്തെങ്കിലും അദ്ദേഹത്തിന് ഉണ്ടാവും. പക്ഷെ ഇത്ര സിമ്പിൾ, കേരളത്തിന് ഏറ്റവും അധികം എന്താ പറയാ ഒരു മുതൽക്കൂട്ടാണ് അദ്ദേഹം. അതോടൊപ്പം നിങ്ങൾ ജോർജ് കുര്യൻ ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു കേന്ദ്രമന്ത്രിയാണ്. പക്ഷെ അദ്ദേഹം സൈലന്റ് ആയിട്ട് നിന്നുകൊണ്ട് വളരെ മഹത്തരമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഞങ്ങൾ പറഞ്ഞ പോലെ ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. കാരണം ഒരു കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്ന സമയത്ത് പലരും മിക്ക പത്രമാധ്യമങ്ങളിലും ആരാണ് ജോർജ് കുര്യൻ എന്ന് പരിചയപ്പെടുത്തേണ്ട തലത്തിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്തുകൊണ്ട് ആ ഒരു പദവിയിലേക്ക് ഒരു സർപ്രൈസ് എൻട്രി പോലെ ജോർജ് അതാണ് ബി ജെ പി നേതൃത്വത്തിന് അറിയാം ആർക്ക് ആരെ പ്ലേസ് ചെയ്യണമെന്ന്. അതുകൊണ്ട് വർഷങ്ങളായി പാർട്ടിയുടെ പിന്നിൽ കഷ്ടനഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് ഇന്ന് അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ടുണ്ടാവും. പക്ഷെ അദ്ദേഹം ഒരു പക്ഷേ ചില സമയങ്ങളിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അത് വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രസ്ഥാനമായിട്ട് വന്നതാണ്. അതുപോലെ തന്നെ എത്രയോ ആളുകൾ നമ്മൾ ഈ പ്രസ്ഥാനത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് BJP നേതൃത്വം അറിയേണ്ടവരെ തിരിച്ചറിയും. രാഷ്ട്രത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നവർ, ഹിതമാകുന്നവരെ ഉപയോഗിക്കും. അതിൻ്റെ സിമ്പിൾ എക്സാമ്പിൾസാണ് ഈ നമ്മുടെ ജോർജ് കുര്യനും സുരേഷ് ഗോപിയൊക്കെ. അൽഫോൺസ് കണ്ണന്താനത്തിന് അദ്ദേഹത്തെയും മന്ത്രിയാക്കിയിരുന്നല്ലോ. രാജ്യസഭയിലൂടെ അദ്ദേഹത്തെയും മന്ത്രിയാക്കിയിരുന്നു. ഈ 2025 ഉയർന്നു കേട്ടിട്ടുള്ള 2 മരണങ്ങൾ BJPയിൽ അംഗമായിട്ടുണ്ടായിരുന്ന ആൾക്കാരുടെ ഉണ്ടായിരുന്നു. അതിനകത്തിൽ 2ലും ആദ്യത്തെ മരണം തലസ്ഥാനത്ത് നിന്നായിരുന്നു. രണ്ടാമത്തത് അനന്തു അജി എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഉണ്ടായിരുന്നു. അപ്പോ അനന്തുവിന്റെ ആണെങ്കിൽ കുറച്ചും കൂടെ സാമൂഹ മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു. BJPയിൽ നിന്ന് നേരിട്ടിട്ടുണ്ടായിരുന്ന കുറേയധികം പ്രശ്നങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേതാക്കളിൽ നിന്നുമല്ല, ക്യാമ്പുകളിൽ നിന്നും. അതേപോലെ ഒരു BJP നേതാവിന്റെ പേരും പുള്ളി അദ്ദേഹത്തിന്റെ ആത്മഹത്യ കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തലസ്ഥാനത്തുണ്ടായിരുന്ന ഒരു മരണം എന്ന് പറയുന്നത് BJPയിൽ ഒന്നടങ്കം ആൾക്കാർ തലസ്ഥാനത്തേക്ക്, രാജീവ് ചന്ദ്രശേഖർ പോലും വന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മാധ്യമങ്ങളുടെ അടുത്ത് അദ്ദേഹം ദേഷ്യപ്പെടുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെയാണ് കാരണം, നമുക്കറിയില്ല, അല്ലെങ്കിൽ ഒരു മരണം സംഭവിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്നൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ഈ കൂളായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിൽ നിന്നും കുറച്ചുകൂടി അഗ്രസീവ് ആയിട്ടുള്ള അദ്ദേഹത്തിന് ഞാൻ അപ്പോഴാണ് കാണുന്നത് ആ ഒരു മരണം നടന്ന സമയത്ത് തലസ്ഥാനത്തേക്ക് വരുമ്പോൾ. അപ്പൊ ഇത്തരം മരണങ്ങളൊക്കെ ശരിക്കും ഈ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും BJPയെ ബാധിക്കില്ലേ? BJPയെ മരണം ആരുടെ മരണമാണെങ്കിലും, അത് കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും, അത് എന്താ പറയുക BJPക്കാരൻ ആരുടെ മരണം, അത് മരണത്തിന് ജാതി മതം വ്യത്യാസമില്ല, എല്ലാവരും മരിക്കും. പക്ഷേ ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഞാൻ അതിലേക്ക് കൂടുതൽ, കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഞാൻ എൻ്റെ പ്രവർത്തന മേഖല സേവന മേഖലയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലും മറ്റും വരുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ അതിനെ കൃത്യമായൊരു മറുപടിയും തന്നിട്ടുണ്ട്. പിന്നെ അദ്ദേഹം കുറച്ച് ദേഷ്യപ്പെട്ടു നേരത്തെ സൂചിപ്പിച്ചു. മനുഷ്യൻ ഇപ്പോൾ ഞാൻ ചെയ്യാത്ത കാര്യത്തിന് അല്ലെങ്കിൽ നമ്മളറിയാത്ത കാര്യത്തിന് ആരെങ്കിലും ഒരു കുറ്റപ്പെടുത്തിയാൽ ചിലപ്പോൾ ഒരു അല്പസമയം ഒരു മനുഷ്യനായി മാറില്ലേ. അപ്പോൾ ചിലപ്പോൾ പറയും ചെയ്യാത്ത കാര്യത്തിൽ നിങ്ങൾ ആരോപിക്കും,
നിങ്ങളല്ലേ ചെയ്തതെന്ന് ചോദിച്ചെന്നിട്ട് ഞാനല്ലേ ചെയ്തതെന്ന് നമ്മൾ അറിയാതൊരു വോയിസ് വരും. ആ വോയിസിൽ നമ്മൾ അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലൊക്കെ എത്രത്തോളം സത്യമുണ്ട് മിഥ്യയുണ്ടോ നമുക്കറിയത്തില്ല. ഇപ്പം ഞാൻ പറയാം, നല്ല മധുരമുള്ള വാക്കുകളെല്ലാം സത്യമാവണമെന്നില്ല, എല്ലാ സത്യവും മധുരമാവണമെന്നില്ല, കാണുന്നതെല്ലാം കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം സത്യമാവണമെന്നില്ല. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കേണ്ടത് അന്വേഷണ ഏജൻസികളും മറ്റുള്ളവരുമാണ്. ഏതായാലും ആ മരണത്തിൽ ദുഃഖിക്കുന്നു. പക്ഷെ അങ്ങനെ ഒരു സംഭവം എൻ്റെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്നും, കാരണം ഞാനും അതേപോലെയുള്ള പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വന്ന ആൾക്കാരാണ്. 32 വർഷം 33 വർഷത്തോളമായി ഞാനും ഈ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് RSS എന്ന പ്രസ്ഥാനത്തിൻ്റെ ശാഖയിലൂടെ പോയി, കൂടാതെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുമായി യുവമോർച്ചയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുവന്നു. എന്നെ സംബന്ധിച്ച് എന്നെ പോലെയുള്ള പ്രവർത്തകർ ഞാനാക്കിയതും ഇപ്പോൾ കൊച്ചിക്കാരനാക്കിയതും ഈ ഇലക്ഷൻ മത്സരിപ്പിക്കുവാൻ സാധിച്ചതും എല്ലാം തന്നെ പാർട്ടിയുടെ അവരുടെ എല്ലാം ആശീർവാദത്തോടു കൂടിയാണ്. മനുഷ്യൻ ചിലപ്പോൾ ചില കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടി വരും, ചില ദുഃഖങ്ങൾ നിയന്ത്രിക്കേണ്ടി വരും. എല്ലാ സത്യങ്ങളും വിളിച്ചു പറയരുത്. സമൂഹത്തിന് ഹിതമാകുന്ന സത്യങ്ങൾ മാത്രമേ വിളിച്ചു പറയൂ. അപ്പോൾ ആ മരണം എന്നെ ദുഃഖിപ്പിക്കുന്നു. നമ്മളെ സംബന്ധിച്ചൊരു സഹോദരനാണ്. അത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു അംശമായിട്ട് തന്നെ കാണുന്നു. മറ്റു കാര്യങ്ങൾ അന്വേഷണ വിധേയമായി അതിൻ്റെ വഴിക്ക് നടന്നുകൊള്ളട്ടെ. നമ്മളെല്ലാം ഇമോഷണലായിട്ട് കാര്യമില്ലല്ലോ. വികാരപരമായി ചിന്തിക്കാതെ നാം വിചാരപരമായി ചിന്തിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം.